വിജയുടെ രാഷ്ട്രീയ നീക്കത്തെ തുടക്കം മുതൽ അല്പം ഭീതിയോടെ കണ്ടിരുന്നത് DMK ആയിരുന്നു. തമിഴകത്തെ പ്രധാന ദ്രാവിഡ രാഷ്ട്രീയ മുന്നണി DMKയുടേതാണ്. ദീർഘകാലം അധികാരം കൈയാളിയ AIDMK തമ്മിൽ തല്ലിയും നേതാക്കൾ തമ്മിൽ പോരടിച്ചും തകർന്നതോടെ DMK ചോദ്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ ശക്തിയായി മാറി. തമിഴകം അടക്കി വാണിരുന്ന കുമാരി ജയലളിതയുടെ മരണത്തോടെ അനാഥമായതാണ് AIDMK. എടപ്പാടി പളനിസ്വാമിയും പനീർസെൽവവും തമ്മിലുണ്ടായ അധികാര മത്സരത്തിൽ തകർന്നടിഞ്ഞ പാർട്ടിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും AIDMK നേതാവുമായ എടപ്പാടി പളനിസ്വാമി. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുമായി സഖ്യമുണ്ടാക്കാൻ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതും എടപ്പാടിയായിരുന്നു. തമിഴകത്ത് ആധിപത്യം ഉറപ്പിക്കാനുള്ള വിവിധ ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതിന്റെ ക്ഷീണം തീർക്കാനുള്ള വഴിയായിരുന്നു AIDMKയുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട്. എന്നാൽ സിനിമാ താരങ്ങളെ എന്നും നേതാക്കളായി കണ്ടിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയുടെ വരവിൽ നേരിയ ആശങ്ക പുലർത്തിയിരുന്ന BJP പുതിയ നീക്കത്തിലാണ്. AIDMKയുടെ സഹായത്തോടെ TVK നേതാവ് വിജയയെ NDA പാളയത്തിൽ എത്തിക്കുകയായിരുന്നു ആ നീക്കം. DMKയെ തോൽപ്പിക്കാൻ ഒരുമിക്കണമെന്നാണ് എടപ്പാടി പളനിസ്വാമി വിജയോട് ആവശ്യപ്പെട്ടിരുന്നത്. BJPയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചായിരുന്നു നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. 5 വർഷം മുൻപുണ്ടായ ഒരു റെയ്ഡിൽ ആരംഭിച്ച രാഷ്ട്രീയ ശത്രുതയിൽ നിന്നും രൂപം കൊണ്ട TVK എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം DMKയുമായും BJPയുമായും സഖ്യത്തിനില്ല എന്നായിരുന്നു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ കരൂർ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ലൈൻ മാറ്റിയെഴുതുകയാണെന്നാണ് തമിഴകത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കരൂർ ദുരന്തത്തിന് വഴിവെച്ചത് DMKയുടെ ഗൂഢാലോചനയാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിജയ് ഇപ്പോഴുമുള്ളത്. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം തുടർച്ചയായി ഉന്നയിക്കുന്ന വിജയ് ലക്ഷ്യമിടുന്നത് ഒരു CBI അന്വേഷണവുമാണ്. കേന്ദ്ര ഏജൻസിയെ കരൂർ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ ഭരണകക്ഷിയായ DMK ഒരുക്കവുമല്ല. കോടതിയെ സമീപിച്ച TVK ആവശ്യപ്പെട്ടിരിക്കുന്നതും കരൂർ ദുരന്തത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ്. കരൂർ ദുരന്തത്തോടെ വലിയ പ്രതിസന്ധിയിലായ TVKയെ സംരക്ഷിക്കുന്നതിനും കൂടെ നിർത്തുന്നതിനും BJP ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് വിവരമുണ്ടായിരുന്നത്. ആ അഭ്യൂഹങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുകയുമാണ്.